കാശ്മീർ ഇപ്പോൾ ശ്രീകുമാർ മേനോൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീകുമാർ മേനോൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. താങ്കൾക്ക് ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്ത താങ്കൾ കേട്ടിട്ടുണ്ടാവും. അല്പസമയം മുമ്പാണ് പൾസർ സുനി നമ്മളോട് വെളിപ്പെടുത്തിയ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തത്. ഈ കേസുമായി ശ്രീകുമാർ മേനോനോ മഞ്ജു വാര്യർക്കോ ഒരു ബന്ധവുമില്ല, ഇതിലേക്ക് വലിച്ചിട്ടതാണ് എന്ന് ഒന്നാം പ്രതി പൾസർ സുനി റിപ്പോർട്ടറിന്റെ ഒളിക്യാമറയിൽ പറയുന്നു. ശ്രീകുമാർ മേനോൻ എങ്ങനെ പ്രതികരിക്കുന്നു? വളരെ ആശ്വാസകരവും സന്തോഷകരവുമാണ്. കാരണം ഈ കാര്യത്തിൽ ഞാൻ ഒരുപാട് എൻ്റെ പേരുകൾ വലിച്ചെടുക്കപ്പെട്ടതാണ്. എൻ്റെ പേര് പിന്നെ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഒരു പേജ് മാത്രം ഒരു പേജ് മുഴുവൻ എന്നെ പറ്റിയിട്ടാണ് എഴുതിയിരുന്നത്. ഞാൻ നടത്തിയ ഗൂഢാലോചനയെ പറ്റിയിട്ടായിരുന്നു എഴുതിയിരുന്നത്. അതെല്ലാം ഒരു കാലത്ത് ഒരുപാട് ടി വികളിൽ ഇതേപോലെ പിന്നെ സ്ക്രോളിംഗ് ന്യൂസായിട്ടും ചർച്ചകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്നെ മാനസികമായും എൻ്റെ കരിയറിനെയും ഒക്കെ ബാധിച്ച ഒരു വിഷയമാണത്. അതേപോലെ ദിലീപ് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ഒരു ഓൺലൈൻ ചാനലിൽ. ആ ഓൺലൈൻ ചാനലിലും എന്നെ പറ്റി വളരെ വ്യക്തമായ സൂചനയോടുകൂടി സംസാരിച്ചിരുന്നു. കാരണം ഞാൻ ബോംബെ പത്രമാഫിയ, മീഡിയ മാഫിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നടത്തിയത്, ഈ ഗൂഢാലോചന നടത്തിയത്, മഞ്ജു വാര്യർക്ക് വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു വലിയ ആശ്വാസമുണ്ട്. ഇതിന്റെ പേരിൽ തന്നെയാണ് എൻ്റെ സിനിമ പോലും ആക്രമിക്കപ്പെട്ടത്. ഇന്നിപ്പോ എല്ലാവരും എല്ലാ സിനിമകളും ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡീഗ്രേഡിംഗ് ഉണ്ട് എന്ന് പിന്നെ സിനിമാ ലോകത്തെ പ്രമുഖരും പ്രേക്ഷകരും അതേപോലെ പത്രമാധ്യമങ്ങളും എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ ആദ്യത്തെ ഇര, അതിന്റെ ഓർഗനൈസ്ഡ് ഡീഗ്രേഡിങ്ങിന്റെ ആദ്യത്തെ ഇരയായിരുന്നു ഞാൻ. ഒടിയൻ റിലീസ് ചെയ്ത സമയത്ത് ഒടിയന്റെ ആദ്യത്തെ ഷോയിന്റെ 15 മിനിറ്റ് കഴിയുമ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ക്ലൈമാക്സ് മോശം എന്ന് പറഞ്ഞ് കമന്റുകൾ വരുമായിരുന്നു. അതേപോലെ ആ ആദ്യത്തെ ഷോ കഴിയുമ്പോഴേക്കും 10,000-കണക്കിന് കമന്റുകളാണ് പിന്നെ ഫേസ്ബുക്കിൽ വന്ന് നിറഞ്ഞിരുന്നത്. അപ്പോൾ എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് 10, 25, 30 പേരുകൾ ഒരു ലാപ്ടോപ്പുകളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിനെ ഓർഗനൈസ്ഡ് ആയിട്ട് ഡീഗ്രേഡ് ചെയ്യായിരുന്നു. അന്ന് ആദ്യത്തെ ദിവസത്തെ പ്രദർശനം കഴിയുമ്പോൾ ഒടിയനെതിരെ വന്നിരുന്നത് ഏകദേശം 76,000 കമന്റുകളായിരുന്നു മോശം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും അതിനെ വളരെ എന്താ പറയാ, വളരെ ഫലപ്രദമായി അതിജീവിച്ചിട്ടാണ് ഒടിയൻ 100 ദിവസം തികയ്ക്കുകയൊക്കെ ചെയ്തത്. അപ്പോ ഇതിന്റെ എല്ലാം ഒരു വലിയ ഒരു ഇരയാണ് ഞാൻ. അപ്പോ ദിലീപിനെ ആരാണ് അങ്ങനെ പറഞ്ഞ് ബലിപ്പിച്ചത്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു നിലപാട് ദിലീപ് സ്വീകരിച്ചതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ മഞ്ജു വാര്യരുടെ കരിയറിൽ ഞാൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റോ, അല്ലെങ്കിൽ ഞാൻ ആ കരിയറിൽ അവരുടെ കൂടെ പ്രൊഫഷണലി നിന്നതിന്റെ കാര്യമാണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിന്റെ പേരിൽ ഞാൻ ഇത്ര കൊല്ലം കേട്ട പഴിക്ക് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടിയതിൽ, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു ക്ലാരിറ്റി വന്നതിൽ ഐ എം വെരി ഹാപ്പി. താങ്ക് യു ശ്രീകുമാർ മേനോൻ. ശ്രീകുമാർ മേനോനാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീകുമാർ മേനോൻ പറയുന്നത് പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ ശ്രീകുമാർ മേനോനെയും മഞ്ജു വാര്യരെയും അനാവശ്യമായി കോടതിയിൽ വേട്ടയാടിയിരുന്നു. ഇത് ഇവർ ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് എന്ന മട്ടിലാണ് പ്രചരിച്ചിരുന്നത്. ഇന്ന് പൾസസിന് പറഞ്ഞത് ആ വാചകം ഒരിക്കൽ കൂടി കേൾക്കാം. എന്താണ് ശ്രീകുമാർ മേനോനെ കുറിച്ചും ഈ കേസിൽ മഞ്ജു വാര്യർക്കുള്ള പങ്കിനെ കുറിച്ചും പൾസർ സുനി പറയുന്നത്? കേൾക്കൂ, തുറന്നു കേൾക്കൂ. എല്ലാ കേസിലും അതറിയില്ല. കാരണം മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ അത്